ഹായ് ഗെയ്സ്, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റായി നിൽക്കുന്ന വിഷയങ്ങളിലൊന്നാണല്ലോ എമ്പുരാൻ സിനിമയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ED റെയ്ഡും അതുപോലെ അതിൻ്റെ ഡയറക്ടറായ പൃഥ്വിരാജിന് ആദായ വകുപ്പ് നൽകിയ നോട്ടീസും. ജനമനസ്സുകളെ ഏറെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളടക്കവും സാമൂഹിക ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സിനിമ എഴുതുമ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തും അതിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ അഭിനേതാവും അത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടറും അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സിനിമയിൽ രാജ്യദ്രോഹപരമായ ഒന്നും ഇല്ല എന്ന്. ഇന്ത്യയെപ്പോലെ ഒരു മഹാരാജ്യത്ത്, മതേതര രാജ്യത്ത് അത്തരത്തിൽ രാജ്യദ്രോഹപരമായ ഒരു സിനിമ ഇറക്കിയാൽ ശരിക്കും അത് കോളിളക്കം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പിന്നിൽ ഒരുപാട് ചോദ്യങ്ങളെ നേരിടേണ്ടതായി വരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരു സിനിമയെ ഇന്ത്യ മഹാരാജ്യത്ത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. വിദേശ പണം ഈ പ്രൊഡക്ഷന് വേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അതൊരു പരവുമായ സത്യം തന്നെയാണ്. വർഗീയതയുടെ പേരിലോ അല്ലെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൻ്റെ പേരിലോ ആരെങ്കിലും അതിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു സത്യം തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത്ര ശരിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവർ സാമ്പത്തികമായി അവരുടെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടതുമാണ്. അത് വ്യക്തമാക്കേണ്ടത് ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരും. ഈ അന്വേഷണങ്ങൾ നേരിടട്ടെ, അതിൽ നിന്നും വ്യക്തമാക്കട്ടെ കാര്യങ്ങൾ. അത് സുതാര്യമായിരിക്കട്ടെ എന്നും അത് സമൂഹത്തിന് നൽകുന്ന നല്ലൊരു മെസ്സേജ് തന്നെയാണ്. അതുകൊണ്ട് ആരും അന്വേഷണത്തെ ഭയപ്പെടേണ്ടതില്ല, അന്വേഷണത്തെ എതിർക്കേണ്ടതുമില്ല, അതിനെ അനുകൂലിക്കേണ്ടതും പ്രതികൂലിക്കേണ്ടതുമായ സാഹചര്യവും ഇല്ല. ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം.